കശ്യപമുനിയുടെ പുത്രനായ ഹിരണ്യകശിപു കഠിനമായ തപസ്സിലൂടെ ബ്രഹ്മാവിൽ നിന്ന് ഒരു വരം നേടി. തന്നെ മനുഷ്യനോ മൃഗമോ കൊല്ലാൻ പാടില്ല. പകലോ രാത്രിയിലോ കൊല്ലാൻ പാടില്ല. വീടിനകത്തോ പുറത്തോ വെച്ച് കൊല്ലാൻ പാടില്ല. ഭൂമിയിലോ ആകാശത്തിലോ വെച്ച് കൊല്ലാൻ പാടില്ല. ആയുധം ഉപയോഗിച്ച് കൊല്ലാൻ പാടില്ല. ഈ വരത്തിന്റെ അഹങ്കാരത്തിൽ ഹിരണ്യകശിപു ലോകത്തെ മുഴുവൻ ഭരിക്കാൻ തുടങ്ങി. മകൻ പ്രഹ്ലാദന്റെ വിഷ്ണുഭക്തി മാറ്റാൻ ഹിരണ്യകശിപുവിന് സാധിച്ചില്ല. കോപം സഹിക്കാൻ കഴിഞ്ഞാഞ്ഞ് നിന്റെ വിഷ്ണു എവിടെയാണ് ഇരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഭഗവാൻ സർവ്വവ്യാപിയാണെന്നും തൂണിലും തുരുമ്പിലും അദ്ദേഹം ഉണ്ട് എന്ന് പ്രഹ്ലാദൻ പറഞ്ഞു. അപ്പോൾ അടുത്തുള്ള തൂണിൽ ഗദ കൊണ്ട് ഹിരണ്യകശിപു പ്രഹരിച്ച് കാണട്ടെ നിന്റെ വിഷ്ണുവിനെ എന്ന് പറഞ്ഞു. അപ്പോൾ തൂണ് പിളർന്ന് നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ടു. സന്ധ്യാസമയത്ത് ഉമ്മറപ്പടിയിൽ തന്റെ മടിയിൽ കിടത്തി നഖം കൊണ്ട് ഹിരണ്യകശിപുവിനെ നരസിംഹമൂർത്തി സംഹരിച്ചു. നരസിംഹാവതാരത്തിന്റെ ആത്മീയ സന്ദേശം: സത്യഭക്തിയെ ആർക്കും തടയാൻ കഴിയില്ല.